ഞാൻ വീണ്ടും വന്നു ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പപ്പടം മെഴുക്ക് വരട്ടിയാണ്. നമ്മൾ സാധാരണ പപ്പടം കാച്ചി കഴിക്കുന്നതിനേക്കാളും പപ്പടം കാച്ചിയിട്ട് അതിനൊരു മെഴുക്ക് വരട്ടി ഫോമിൽ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും പപ്പടത്തിന് ചെറിയൊരു ഡെക്കറേഷൻ കൂടുതൽ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, നല്ല ടേസ്റ്റാണ് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ 4 മണി പലഹാരമായിട്ടും കഴിക്കും, അല്ലെങ്കിൽ അവിടെ നേരത്തെ സ്നാക്സ് ആയിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ബൈ ബൈ. അപ്പോൾ പപ്പടം മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണിത്. ഇവൻ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ഉള്ളി തന്നെയാണ്. എപ്പോഴും കുറച്ച് ഉള്ളി കൂടുതലുള്ളതാണ് നമ്മുടെ മെഴുക്ക് വരട്ടിക്ക് ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സവാള യൂസ് ചെയ്യുക. സവാള യൂസ് ചെയ്യുമ്പോൾ വളരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പപ്പടമാണ് റെഡിയാക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചതച്ച മുളക് വേണം. ചതച്ച മുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനധികം എരിവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ വേണ്ട എന്നുള്ളവർ ഈ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ 2 വറ്റൽമുളക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇന്നത്തോട് ചേർക്കുന്നതാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറും വറ്റൽമുളകും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഈ ചില്ലി ഫ്ലേക്സ് മാത്രം മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പപ്പടമാണ്. ഞാനിവിടെ ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് പപ്പടം ആയതുകൊണ്ട് ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 20 ആക്കി എടുക്കാം. പിന്നെ പപ്പടം ചെറുതായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യണിക്കാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതിൻ്റെ പുറത്തുള്ള പൊടി ഒരു കത്തി വെച്ചിട്ടോ തുണി വെച്ചിട്ടോ തുടച്ചു കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം തുടച്ചു കളഞ്ഞിട്ടുള്ള പപ്പടമാണ്. ഞാനിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു സിസർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിംഗ് ബോർഡുമ്പോൾ ഒരു കത്തി വെച്ചിട്ട് പറഞ്ഞ് കട്ട് ചെയ്താലും മതി. ഇപ്പോൾ സിസർ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പം ഞാനൊരു സിസേഴ്സ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ കട്ട് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ ഡയമണ്ട് ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒന്നിച്ച് വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് ചതുരായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പപ്പടം ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി ഇതിനകത്തോട്ട് ആവശ്യമുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വേണം, പപ്പടം വറുത്തെടുക്കാൻ വേണം, മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ വേണം. അപ്പോൾ അതിന് 2 വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പപ്പടം മൊത്തം വറുത്തെടുക്കാം. അപ്പോൾ പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പപ്പടം കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുക. ഇട്ട വഴി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പപ്പടം എല്ലാം തന്നെ വീർത്ത് വന്ന് പെട്ടെന്ന് തന്നെ. ഇനി നമുക്കിത് വേഗം കോരി മാറ്റാം. പപ്പടം പെട്ടെന്നായിട്ട് ആവുമല്ലോ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കോരി മാറ്റാം.
അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് കോരി മാറ്റി വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പപ്പടം ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് വരട്ടി റെഡിയാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇപ്പം ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഉള്ളി ചേർക്കുന്നേക്കാൻ മുന്നേ ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി പപ്പടത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് സൂക്ഷിച്ച് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഒരല്പം ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇടേ വേണ്ട കേട്ടോ. ഇനി നിങ്ങൾക്കിത് തോരനാക്കണമെങ്കിൽ ഒരല്പം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പപ്പടം അധിക ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് ചീത്തയായി പോക്കും. അപ്പം നമ്മുടെ ഉള്ളി മുളകൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ പോവുകയാണ്. എരിവിനനുസരിച്ച് ഓരോരുത്തർ ചേർത്തോളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. ഓൾറെഡി ഇവിടെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ആ ചതച്ച മുളക് പെട്ടെന്നാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. വറ്റൽമുളകും കാശ്മീരി ചില്ലി പൗഡറും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കൂടെ ഉള്ളൂ നമ്മുടെ പരിപാടി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ചേർത്ത് പതിയെ ഇളക്കുക. അല്ലെങ്കിൽ പപ്പടം പൊട്ടിപ്പോകരുത്. തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. നമ്മുടെ ഈ മുളക് പൊടിയൊക്കെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. എല്ലാ പപ്പടവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വളരെ ക്ഷമയോടെ സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പപ്പടം മൊത്തം പൊടിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടം മെഴുക്ക് വരട്ടി. വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് കഴിക്കാം. പിന്നെ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടാവാതിരുന്നോളും. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്ക് പപ്പടമൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.